സൗദിയും കുവൈറ്റും പ്രവാസികൾക്ക് കടുത്ത നിബന്ധനകൾ കൽപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. കുവൈറ്റിന്റെ നിലവിലെ ഉത്തരവ് മൂലം പ്രവാസികൾക്ക് പലർക്കും കുവൈറ്റിൽ ഇനി വാഹനം ഓടിക്കാൻ സാധിക്കുന്നതല്ല. കാരണം ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കർശനമാക്കുന്നത് തന്നെയാണ്. പ്രവാസികൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. കുവൈറ്റ് പ്രഖ്യാപിച്ച നിലവിലെ ഉത്തരവിൽ പറയുന്നത് ഇതാണ്. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പ്രവാസികൾ പലർക്കും കുവൈറ്റിൽ ഇനി വാഹനം ഓടിക്കാൻ സാധിക്കുന്നതല്ല. തൊഴിൽ വിസ മാറിയത് കാരണം തസ്തികയിലുണ്ടായ മാറ്റത്തിനനുസരിച്ച് മുൻ വിസയിൽ നൽകിയ ഡ്രൈവിംഗ് ലൈസൻസ് പിൻവലിക്കാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം എന്നത്. എന്നാൽ ഈ തീരുമാനം എന്നു മുതലാണ് നടപ്പിലാക്കുകയെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇത് പ്രകാരം ഇനി മുതൽ പ്രവാസി തൊഴിലാളികൾ വിസ പുതുക്കുകയോ പുതിയ വിസയിലേക്ക് മാറുകയോ ചെയ്യുമ്പോൾ നേരത്തെയുള്ള വിസയിൽ നൽകപ്പെട്ടിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് അധികൃതർക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. പുതിയ വിസയിലെ ജോലി തസ്തിക വിസ ലഭിക്കാൻ അർഹതയുള്ളതെങ്കിൽ നിലവിലെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനാണ് അധികൃതർ കൈക്കൊണ്ട തീരുമാനം. രാജ്യത്ത് ഗതാഗത തിരക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി പ്രവാസികൾ അനധികൃതമായി ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസുകൾ കണ്ടുകെട്ടുന്നതിന്റെ ഭാഗമായാണ് വിസ പുതുക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് സമർപ്പിക്കണമെന്ന തീരുമാനം അധികൃതർ പ്രഖ്യാപിച്ചത്. ഇതോടെ പതിനായിരക്കണക്കിന് പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസുകൾ നഷ്ടമാകാനാണ് സാധ്യത. അതേസമയം ഗൾഫ് രാഷ്ട്രങ്ങളിൽ വെച്ച് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ. 18 വയസ്സ് തികയണം, കോളേജ് ഡിഗ്രി ഉണ്ടായിരിക്കണം, മാസശമ്പളം 600 ദിനാറിൽ അതായത് 1.5 ലക്ഷത്തോളം രൂപ കുറയാത്ത ശമ്പളം വേണം എന്നൊക്കെയാണ് നിബന്ധന. എന്നാൽ കുവൈറ്റിൽ ചുരുങ്ങിയത് 2 വർഷമെങ്കിലും താമസിക്കുന്ന ആളായിരിക്കണം, സ്വന്തം നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളായിരിക്കണം എന്നിവ ഉൾപ്പെടെ നിരവധി മാനദണ്ഡങ്ങളാണ് ലൈസൻസ് ലഭിക്കുന്നതിനായി രാജ്യത്ത് ഉള്ളത്. എന്നാൽ ജോലിയുടെ സവിശേഷത പരിഗണിച്ച് ഏതാനും വിഭാഗങ്ങൾക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ഏതാനും മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് മേൽപ്പറഞ്ഞ നിബന്ധനകളിൽ ചില ഇളവുകൾ അനുവദിക്കുന്നത്. എഞ്ചിനീയർ, ഡോക്ടർമാർ, അഭിഭാഷകർ, പ്രൊഫസർമാർ, സ്ഥാപനങ്ങളുടെ HR എക്സിക്യൂട്ടീവുകൾ, ജഡ്ജ്, പ്രോസിക്യൂട്ടർ, യൂണിവേഴ്സിറ്റി അധ്യാപകർ, ലൈബ്രറിയൻ, ഫാർമസിസ്റ്റ്, അധ്യാപകർ, സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർക്കാണ് പ്രധാനമായും ഇളവ് നൽകുക. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ള സ്ത്രീകൾ, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ, ഡ്രൈവർ വിസയിലുള്ള ആളുകൾ എന്നിവർക്കും ഇളവുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പുതിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായി അനധികൃത ഡ്രൈവിംഗ് ലൈസൻസുമായി വാഹനമോടിച്ച് പിടിക്കപ്പെടുന്നവർക്ക് കർശന ശിക്ഷ നൽകാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. നിലവിൽ നിയമലംഘനത്തിന് 5 ദിനാർ പിഴയാണ് ശിക്ഷയെങ്കിലും ഇനി മുതൽ പിടിക്കപ്പെടുന്ന പ്രവാസികളെ നാടുകടത്താനാണ് തീരുമാനമെന്ന് കുവൈറ്റിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ 16 ലക്ഷത്തോളം ഡ്രൈവിംഗ് ലൈസൻസുകളിൽ 10 ലക്ഷത്തോളം വിദേശികളുടെ കൈവശമുണ്ടെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.